മറ്റു വാർത്തയിലേക്ക്. വയനാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ LDFും BJPയും മദ്യം വിതരണം ചെയ്തതായി പരാതി. തോൽപ്പെട്ടി നെടുന്തന ഉന്നതിയിൽ CPIM പ്രവർത്തകർക്കെതിരെയാണ് ആരോപണം. LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ അർദ്ധരാത്രി ഉന്നതിയിലെത്തിയെന്നാണ് ആക്ഷേപം. പൂതാടി പഞ്ചായത്തിലെ നെയ്ക്കുപ്പ 1-ാം വാർഡിൽ BJP മദ്യം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. തോൽപ്പെട്ടി നെടുന്തന ഉന്നതിയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള നെടുന്തന ഉന്നതിയിൽ CPM പ്രവർത്തകർ മദ്യം എത്തിച്ചുവെന്നാണ് UDF നേതാക്കൾ ആരോപിക്കുന്നത്. LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ അർദ്ധരാത്രി ഉന്നതിയിലെത്തിയെന്നാണ് ആക്ഷേപം. പ്രദേശത്ത് രാത്രി നേരിയ സംഘർഷമുണ്ടായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ചതായും UDF ലീഗ് നേതാക്കൾ ആരോപിക്കുന്നു. എന്നാൽ UDF ആരോപണം തള്ളി തിരുനെല്ലി നെടുന്തന ഉന്നതി നിവാസികളും രംഗത്തെത്തി. ലീഗുകാരും കോൺഗ്രസുകാരും വന്നിട്ട് നമുക്ക് കള്ള് തന്നെന്ന് പറഞ്ഞിട്ടാണ്, മാർക്സിസ്റ്റുകാർ കള്ള് തന്നു പറഞ്ഞിട്ടാണ് പരാതി. അപ്പം ഞാൻ ഇന്നലെ സാറുമാരടുത്ത് പറഞ്ഞിട്ട് പോലീസുകാരെല്ലാവരും വന്നായിരുന്നു. നമുക്ക് കള്ള് മാർക്സിസ്റ്റുകാർ തന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര കേസ് നമുക്ക് ഇറക്കി, എപ്പോഴാണ് നമ്മൾ കുടിച്ചത്, എന്തുകൊണ്ട് ഇവർ വീട് ചെയ്യാൻ പറ്റില്ല? അവരെടുക്കണമല്ല. ഈ കോളനി കാണുന്നത് ഒരു വോട്ടിന് മാത്രമാണ് ഈ കോളനി കാണുന്നത്. പൂതാടി പഞ്ചായത്തിലെ നെയ്ക്കുപ്പ 1-ാം വാർഡിൽ BJP ഓഫീസിനായി വാടകയ്ക്കെടുത്ത വീട്ടിൽ മദ്യവിതരണം നടത്തിയെന്നാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പുറത്തുവന്നു. മദ്യം നൽകി വോട്ട് തേടാനാണ് BJPയുടെ ശ്രമമെന്നും സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ശരിയല്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആളുകൾക്ക് മദ്യവും ഭക്ഷണവും പണവും കൊടുത്ത് വോട്ട് സ്വാധീനിച്ച് അധികാരത്തിലേക്ക് വരുന്ന സിസ്റ്റം ശരിയല്ല. നിഷ്പക്ഷപാതികളായ ജനങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിച്ച ചിഹ്നത്തിൽ ആഗ്രഹിച്ച പാർട്ടിക്ക് വോട്ട് ചെയ്യട്ടെ. അതേസമയം ആരോപണം നിഷേധിച്ച് BJP നേതൃത്വം രംഗത്തെത്തി. അത് ആര് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിവിടെ അതാത് ദിവസം പാർട്ടി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ, ഉന്നതിയിലുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നു കൂടുന്ന ഒരു സ്ഥലമാണ് പാർട്ടി ഓഫീസ്. ആരോപണത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.